സോളാർ ഓഫ് ഗ്രിഡ് ചെയ്യുമ്പോൾ വലിയൊരു ബാറ്ററി ബാങ്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തലവേദനയാകുമോ ഇല്ലേ? അതിനെ പറ്റിയൊരു ഉദാഹരണമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ഈ ഒരു സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന 3 കിലോവാട്ടിൻ്റെ ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ്. ഇൻസ്റ്റാൾ ചെയ്തിട്ട് കുറേ ആയി. അപ്പോൾ ഇത് 3 കിലോവാട്ടാണെങ്കിൽ 24 വോൾട്ടിൻ്റെയാണ് സിസ്റ്റം വരുന്നത്. ഇപ്പോൾ 2 ബാറ്ററിയാണ് നമുക്ക് ഇതിൽ ചെയ്യേണ്ടതുള്ളതായിരുന്നു. പക്ഷെ അന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ 24 വോൾട്ടിൻ്റെ 2 സെറ്റ്, അതായത് പാരലൽ കണക്ഷൻ ആയിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്തത്. മൊത്തം 4 ബാറ്ററിയാണ് ഇൻസ്റ്റാൾ ചെയ്തതാണ് അവിടെ. ഈ ഒരു പാരലൽ കണക്ഷനിൽ ചെയ്യുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ബാക്കപ്പ് കൂടുതൽ വേണം എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ അന്ന് 4 ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അതേ ബാക്കപ്പ് തന്നെ ഇന്ന് വേണമെങ്കിൽ നമ്മൾ ഈ 4 ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. ഇതിൽ ഒരു ട്യൂബുലാർ ബാറ്ററിൻ്റെ കോസ്റ്റ് വരുന്നത് ഒരു 17,000 രൂപയാണ്. അപ്പോൾ 4 ബാറ്ററി റീപ്ലേസ് ചെയ്ത് വരുമ്പോൾ വലിയൊരു കോസ്റ്റ് വരും. അപ്പോൾ കസ്റ്റമർ ഇപ്പോൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനി 4 ബാറ്ററിൻ്റെ ആവശ്യമില്ല, 2 ബാറ്ററി, അതായത് 24 വോൾട്ടിൻ്റെ സിസ്റ്റം തന്നെ മതി. കാരണം ഇവിടെ ഓൺ ഗ്രിഡ് ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓഫ് ഗ്രിഡിനെ ഇനി ജസ്റ്റ് ഒരു ബാക്കപ്പ് സിസ്റ്റം ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 2 ബാറ്ററി വെച്ചിട്ടുള്ള സിസ്റ്റം മാത്രം മതി എന്നാണ് പറഞ്ഞത്. ഈ 2 ട്യൂബുലാർ ബാറ്ററി റീപ്ലേസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു 24 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് ഈ ബാറ്ററി വാട്ടർ ഒഴിക്കേണ്ട അങ്ങനത്തെ മെയിൻ്റെനൻസിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒഴിവായി കിട്ടും. ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ലിഥിയം ബാറ്ററി കൊടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ വോൾട്ടേജ് സെറ്റിങ്സിൽ മാറ്റം വരുത്തണം. കാരണം ഇപ്പോൾ ട്യൂബുലാർ ബാറ്ററിക്ക് വേണ്ടിയിട്ടുള്ള വോൾട്ടാണ് നിൽക്കണേ, 24 വോൾട്ടാണ് നിൽക്കണേ. ലിഥിയം ബാറ്ററി വരുമ്പോൾ 25.6 വോൾട്ട് ആയിരിക്കും. അപ്പോൾ വോൾട്ടേജ് റേഞ്ച് അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വോൾട്ടേജ് റേഞ്ച് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഒരു അസംബിൾ ചെയ്താണ് ഇൻവെർട്ടർ ആയതുകൊണ്ട് തന്നെ വോൾട്ടേജ് റേഞ്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ബ്രാൻഡുകളൊക്കെ ആണെങ്കിൽ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അതിൽ നമ്മൾ ലിഥിയം ബാറ്ററി കയറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഇൻവെർട്ടറുകൾ മാത്രമേ സാധിക്കുള്ളൂ. ഇത് നമ്മൾ അസംബിൾ ചെയ്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഇതിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്ററികളും പാനലൊക്കെ ഈ ഇൻവെർട്ടറിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് ഈ ഇൻവെർട്ടർ വോൾട്ടേജ് സെറ്റിങ്സിന് വേണ്ടി കൊണ്ടുപോകാണ്. അത് കഴിഞ്ഞ് വോൾട്ടേജ് സെറ്റ് ചെയ്തിട്ട് വീണ്ടും റീപ്ലേസ് ചെയ്തിട്ട് ലിഥിയം ബാറ്ററി വെച്ചിട്ടാണ് നമ്മൾ പാനലെല്ലാം ലോഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇൻവെർട്ടർ ലിഥിയം ബാറ്ററി ചാർജ് ചെയ്യാവുന്ന വോൾട്ട് റേഞ്ചിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഈ ബാറ്ററി ഒക്കെ നമുക്ക് ഇവിടുന്ന് മാറ്റിയിട്ട് ലിഥിയം ബാറ്ററി ലോഡ് ചെയ്തിട്ട് അതിൽ കണക്ഷൻ കൊടുക്കാം. അപ്പോൾ നമ്മൾ ട്യൂബുലാർ ബാറ്ററി എല്ലാം മാറ്റി ലിഥിയം ബാറ്ററി പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അത് കണക്ഷനും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റത്തിലെ ലിഥിയം ബാറ്ററി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് UTL എന്ന ബ്രാൻഡിൻ്റെയാണ്. അതുപോലെ തന്നെ 25.6 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് സോളാർ പ്ലാന്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി.